മഹാഭാരത യുദ്ധത്തിന് കളമൊരുങ്ങി ആർത്തിരമ്പി അന്യോന്യം ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന കടലുകൾ പോലെ കൗരവ പാണ്ഡവ സൈന്യങ്ങൾ. അപ്പോഴതാ യുദ്ധഭൂമിയിലേക്ക് ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേർ കുതിച്ചു പാഞ്ഞു വരുന്നു. തേർത്തട്ടിൽ ഗാന്ധീവമേന്തിയ വിലാളി വീരൻ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, സേനയോരുഭയൂർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. രണ്ടു സേനയ്ക്കും മധ്യത്തായി എൻ്റെ തേർ നിർത്തിയാലും ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണട്ടെ. ശത്രു സൈന്യത്തിൻ്റെ മുൻനിരയിലതാ ഭീഷ്മർ, ദ്രോണർ, ശല്യർ തുടങ്ങിയ മഹാരഥന്മാർ, പിന്നിൽ 100 സഹോദരന്മാരും അവരുടെ പുത്രന്മാർ, ബന്ധുക്കൾ. അർജുനൻ തളർന്നുപോയി. ഉറ്റവരെയെല്ലാം കൊന്ന് രക്തപ്പുഴ നീന്തി അധികാര പച്ചത്തുരുത്തിലേറി എനിക്ക് രാജ്യം ഭരിക്കേണ്ട കൃഷ്ണ. ഗാന്ധീവം താഴെയിട്ട് അർജുനൻ തേർത്തട്ടിൽ തളർന്നിരുന്നു. മനുഷ്യസ്നേഹിയായ അർജുനമുഖം നാം ഇവിടെ കാണുന്നു. പിന്നീട് കൃഷ്ണന്റെ ഉപദേശങ്ങളാണ് അർജുനനെ ഉണർത്തിയതും അർജുന ബാണങ്ങൾ ശത്രുപക്ഷത്തേക്ക് കുതിച്ചു പാഞ്ഞതും ശത്രുക്കളെ തകർത്തതും.